പാസ്ബുക്ക് ധനമൊക്കെ പച്ചപ്പട്ടി പൊതിഞ്ഞ് വയ്ക്കുക. പച്ച സാറ്റിൻ തുണി വാങ്ങിച്ചിട്ട് അതിൽ പൊതിഞ്ഞ് വയ്ക്കുക. പച്ച എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യ, ഹരിതം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധനം വരും, തീർച്ചയായിട്ടും വരും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് കണ്ണെഴുതി പൊട്ടിട്ട് സ്ത്രീകളൊക്കെ തൊട്ട് വിളക്കത്തിക്കൊക്കെ ചെയ്യുന്നത് അതിനും ഒരു ഐശ്വര്യം വരെയാണ്. ഇപ്പം നമുക്ക് വൈകുന്നേരം വിളക്ക് വയ്ക്കാൻ പറ്റുന്നില്ല, രാവിലെ മാത്രം പറ്റുന്നുള്ളൂ എങ്കിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കടം ഒരു പ്രശ്നമാണ്, സാമ്പത്തികം തന്നെ. സാമ്പത്തിക ഭദ്രതയ്ക്കും സമ്പത്ത് ഉണ്ടാവാനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും സാമ്പത്തികം എന്നൊരു പ്രശ്നമാണ്. ഒന്നാമത് വഴിവിട്ട ചെലവുകളാണ് ഒന്ന്. കാരണം ആ മനുഷ്യൻ്റെ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ബട്ട് അവർ റിസോഴ്സസ് സ്കേഴ്സ് എന്ന് പറയും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ കിട്ടിയാലും ആവശ്യങ്ങൾ കൂടുതലാണ്. ഇന്ന് കൊച്ചു കുട്ടിക്കുമ്പോഴാണ് ഐഫോൺ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പാഴ്ചെലവ് എന്ന് പറയും. നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് വരുമാനം അനുസരിച്ച് ചിലവ് നിയന്ത്രിച്ചാൽ നമുക്ക് ഒരു കടവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വരുമാനം എന്താണെന്ന് നമ്മൾ എന്നും വരുമാനത്തെപ്പറ്റി എഴുതുക. അന്നത്തെ ബിസിനസ്സുകാരാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വരുമാനത്തെപ്പറ്റി എഴുതി ഇത്ര രൂപ കിട്ടി എഴുതി വയ്ക്കുക. രഹസ്യമായിട്ട് ചെയ്യാൻ മതി, അത് എഴുതി വയ്ക്കുക. ചിലവ് എഴുതരുത്. ചിലവ് എഴുതി കഴിഞ്ഞാൽ പിന്നെയും ചിലവ് വരും. ചിലവ് മനസ്സിൽ കണക്കാക്കാം, അതെവിടെയെങ്കിലും എഴുതാം. അപ്പോൾ ഈ വരുമാനം ഇത്ര രൂപയാണ് എനിക്ക് വരുമാനം, എനിക്ക് ഇത്രയും ചിലവ് ചെയ്യുമ്പോൾ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഡിസ്കസ് ചെയ്യണം. കൊച്ചു കുട്ടികളെ, ജനിക്കാൻ പോകുന്ന കുട്ടികളെ കേൾക്കണം, എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ, താരിഫ് എന്താണെന്ന് അറിയണം. അവരും അറിയണം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ രൂപയുള്ളൂ, ഇത്ര കാര്യങ്ങളുള്ളൂ, ഇപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്രയൊക്കെ രൂപ വേണം. അപ്പോൾ നമുക്കതിൽ ഒതുങ്ങി വേണം ജീവിക്കാൻ. അപ്പോൾ മാസത്തിലൊരിക്കൽ പുറത്ത് പോകാം. ഓക്കെ, പഴയത്തെ ആൾക്കാണെങ്കിൽ സുഖം, അപ്പോൾ മസാല ദോശ മതി. ഇപ്പോഴത്തെ ആൾക്കാർ മസാല അൽഫാമോ ഇതൊക്കെയാണ് വേണ്ടു. ഒരു വയസ്സായ കുഞ്ഞിനും വേണ്ട, അതൊക്കെയാണ്. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നിയന്ത്രിച്ച്, വേണ്ടാന്നല്ല പറഞ്ഞത്, ഇടയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വേണം ചെലവ് ചെയ്യാൻ. ഇപ്പോൾ അവിടെ നിന്ന് ലോൺ കിട്ടി, ഇവിടെ എവിടെ നിന്ന് ലോൺ കിട്ടി, ഇപ്പോൾ ക്ലിക്ക് ചെയ്ത ലോണാണ്. ഈ ലോൺ എങ്ങനെ അടയ്ക്കും? 21% ആ ലോൺ. അത് ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. 1000 രൂപ എടുത്താൽ 10,000 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും, അതായത് ഭാര്യ ഭർത്താക്കന്മാർ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ബഡ്ജറ്റ് ഉണ്ടാക്കി. ഇനി അത് ഓക്കെ. മാത്രമല്ല, നമ്മളെപ്പോഴും രാവിലെ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയായും ഭദ്രകാളിയായും ചേട്ടയായും ആവാം. സ്ത്രീയാണ് വീട്ടിലെ വിളക്ക്. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ വയ്യെങ്കിൽ വേറെ എഴുതാം. കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി നിലവിളക്ക് കത്തിക്കുക. ഹിന്ദുക്കളായാലും ആരായാലും 5 തിരിയിട്ട് കത്തിക്കുക. അതിന് പിശുക്ക് വേണ്ട. ഭക്ഷണത്തിന് പിശിക്കാലും 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുക. ഇപ്പോഴത്തെ എണ്ണകളെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ കൂടിയ പാരഫിനല്ലേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ എന്തായാലും 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ആ വിളക്കിനെ നോക്കി പ്രാർത്ഥിക്കുക. ആ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച ശേഷം അതിൽ ചെറിയ കിണ്ടിയിൽ വെള്ളം വയ്ക്കുക. ഒരു 5 പുഷ്പം കൊണ്ടുവന്നിട്ട് ഓരോ തിരിയുടെ അടിയിലും പുഷ്പങ്ങൾ ഇടുക. അതിനൊക്കെ മന്ത്രങ്ങളുണ്ട്. സർവമംഗളമംഗല്യ ചൊല്ലിയാൽ മതി. സർവമംഗളമംഗല്യ ശിവി സർവാർത്ഥ സാധിക ശരണ്യത്രംബകേ ഗൗരി നാരായണി നമോസ്തേ ചൊല്ലിയിട്ടിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ഈ വെള്ളം കൈ തൊട്ടിട്ട് പ്രാർത്ഥിക്കുക. വെള്ളക്കൈയോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. പണ്ടൊക്കെ കുളിച്ച് ഈറിനോട് തൊഴാന്നൊരു സംഭവമുണ്ട്. അതിന് പകരം ഈ വെള്ളം കുറച്ച് കയ്യിലാക്കി തൊഴിട്ട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? സർവമംഗളമംഗല്യ ചൊല്ലുക. അത് കഴിഞ്ഞ് ശിവോഹം ചൊല്ലുക. അങ്ങനെ നമ്മൾ നാമങ്ങളൊക്കെ ചൊല്ലുക, കൃഷ്ണനെ ചൊല്ലുക, പ്രാർത്ഥിക്കുക. നമ്മൾ ശിവായ ഇല്ല, നാരായണ ഇല്ല. അതിൽ മണിക്കൂറുകൾ ഇരിക്കേണ്ട, ഒരു 10 മിനിറ്റ് മതി. ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരും. മാത്രമല്ല, വൃത്തിയും വെളുപ്പുകളത്തെ ദൈവം വരുള്ളൂ. രാവിലെ എഴുന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട് വിളക്കത്തിക്കുക. ഈ മഞ്ഞളും പച്ചക്കർപ്പൂരം ഇട്ട് വിളക്കത്തിക്കുക. ഇതൊക്കെ ചെയ്ത് വളരെ തുടച്ചിട്ട് വിളക്കത്തിക്കുക. പടിയൊക്കെ തുടയ്ക്കുമ്പോൾ യാ ദേവി ബ്രഹ്മരൂപേണ നമസ്തസ്യ നമോ നമാന്ന് ചൊല്ലിയിട്ട് ആ വെള്ളം, പച്ചക്കർപ്പൂരിട്ട വെള്ളം കൊണ്ട് ഈ പൂജാമുറി ഉമ്മറപ്പടിയൊക്കെ ഉണ്ടെങ്കിൽ തുടയ്ക്കുക, കൈകൊണ്ട് തുടയ്ക്കുക. അപ്പോൾ അവിടെ തന്നെ ലക്ഷ്മി ദേവി വരും. വരുമാനം ഉണ്ടായാലേ നമുക്ക് രോഗങ്ങൾ വന്ന് ഈ വരുമാനമുണ്ട് എപ്പോഴും സൂക്കേടാണെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ നെഗറ്റീവ് എനർജിയാണ് രോഗം വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിട്ടയായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഭഗവാൻ എന്തെങ്കിലും പഴങ്ങൾ, നമ്മുടെ വീട്ടിൽ എന്നും പഴം ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, സമർപ്പിക്കുക. കർപ്പൂരാരതി എടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ദൈവാധീനം വരും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുക. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പുദീപം കത്തിക്കുക. ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് അതിൻ്റെ മീതെ ഒരു ചെരാതിൽ നെയ്യ് വെച്ചിട്ട് ഉപ്പിൻ്റെ വാല് തെക്കോട്ടും ചെരാതിൻ്റെ വാല് വടക്കോട്ടും വെച്ച് മഹാലക്ഷ്മി വെള്ളിയാഴ്ച ചൊല്ലുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരും, ധനവും വരും. എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? നമുക്ക് മന്ത്രമുണ്ട്. രാവിലെ കുളിച്ച് ഉടനെ സൗന്ദര്യലഹരിയിലെ ഒരു മന്ത്രമുണ്ട്. 34 33 തോന്നുന്നു. അതായത്
സ്മരം യോനി ലക്ഷ്മി ധൃതയമിതമാദൗ തവ മനോർനിദായകേ നിത്യേ നിരവധി മഹാഭോഗരസിക ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷയവലയ ശിവജ്ഞൗ ജൊഹന്ത സുരഭീഹൃത ധാരാഹുരി സദൈ. ഈ നാമം 3 പ്രാവശ്യം ചൊല്ലുക. കൂടുതൽ പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. ഞാനൊരാൾക്ക് പറഞ്ഞിടത്തിലാണ് 108 പ്രാവശ്യം ജപിക്കുന്നത്. അയാൾക്ക് ഭയങ്കര കച്ചവടം ഉണ്ടായി. അതൊക്കെ ചൊല്ലുക. അങ്ങനെയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ധനം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാസ്ബുക്ക് ധനമൊക്കെ പച്ചപ്പട്ടി പൊതിഞ്ഞ് വയ്ക്കുക. പച്ച സാറ്റിൻ തുണി വാങ്ങിച്ചിട്ട് അതിൽ പൊതിഞ്ഞ് വയ്ക്കുക. പച്ച എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യ, ഹരിതം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധനം വരും, തീർച്ചയായിട്ടും വരും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ കുളിച്ച് കണ്ണെഴുതി പൊട്ടിട്ട് സ്ത്രീകളൊക്കെ തൊട്ട് വിളക്കത്തിക്കൊക്കെ ചെയ്യുമ്പോഴും അതിനും ഒരു ഐശ്വര്യം വരികയാണ്. അല്ലാതെ ഉച്ചയായിട്ട് കുളിക്കുക അതൊന്നും കൊള്ളില്ല. ഇപ്പം നമുക്ക് വൈകുന്നേരം വിളക്ക് വയ്ക്കാൻ പറ്റുന്നില്ല, രാവിലെ മാത്രം പറ്റുന്നുള്ളൂ എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ആരും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിക്ക് ഞാനൊക്കെ ജോലിക്ക് വരുമ്പോൾ വൈകുന്നേരം കത്തിക്കാറില്ല. ഇവിടെ 8 മണിയാകുമ്പോൾ എത്തുമ്പോൾ പിന്നെ എങ്ങനെ കത്തിക്കുന്നത്? അപ്പോൾ രാവിലെ കത്തിക്കും. രാവിലെ ഭംഗിയായിട്ട് തുടയ്ക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പൂജാമുറി അല്ലെങ്കിൽ വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ച് ആ വിളക്ക് നല്ല തിരിയൊക്കെ ഇട്ട് വെള്ളിയാഴ്ച രാവിലെ കത്തിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പോരും. നമുക്ക് പറ്റില്ലല്ലോ, നമ്മളുണ്ടെങ്കിലല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ ജോലി സമയത്തൊന്നും കത്തിക്കാറില്ല വൈകുന്നേരം. രാവിലെ കത്തിക്കും. ആരും കൊണ്ടെങ്കിൽ കത്തിക്കും വീട്ടിൽ. അങ്ങനെയാണ് ചെയ്യാറ്. ആൺകുട്ടികൾ വിളക്ക് കത്തിച്ചാൽ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല, ആർക്കൂടെയും കത്തിക്കാം. ഇപ്പം എനിക്ക് സുഖമില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കത്തിക്കും. ആർക്കൂടെയും കത്തിക്കാം വിളക്ക്. നാളെന്നൊന്നുമില്ല, ആൺകുട്ടികൾക്ക് കത്തിക്കാം വിളക്കൊക്കെ. എൻ്റെ മകൻ കത്തിക്കുമായിരുന്നു, അവൻ ജോലിക്ക് പോകണവരെ. അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ മന്ത്രം പറഞ്ഞു, ഈ മന്ത്രം ആര് ചൊല്ലണം അങ്ങനെയും എന്തെങ്കിലും? ആർക്കൂടെയും ശുദ്ധം വേണം. 7 ദിവസം വിളക്ക് കത്തിക്കില്ലല്ലോ നമ്മൾ. ശുദ്ധം ഉണ്ടെങ്കിൽ എപ്പോഴും ചൊല്ലാം. രാവിലെ അത് ഇത്ര ദിവസം അടുപ്പിച്ച് ചൊല്ലണം എന്നാണോ അതോ ദിവസം ചൊല്ലണം എന്നാണോ? ദിവസവും ചൊല്ലിയാൽ നല്ലതാണ്. 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ദിവസം കുളിച്ച ഈറനോടെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ വസ്ത്രമൊക്കെ ധരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗണപതിക്ക് ഏത്തം ഇടുക. തടസ്സങ്ങളൊക്കെ മാറും. വടക്കും 11 പ്രാവശ്യം ഏത്തിട്ടാൽ മതി. ഏത്തം 13 പ്രാവശ്യം ഏത്തം ഇടുക. പിന്നെ ഓം ഏകരന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിപ്രചോ തന്നോ സിദ്ധിപ്രചോ തന്നോ ബുദ്ധിപ്രചോ. അതായത് പ്രജാസമേതനായ ഗണപതിയെ പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് തടസ്സങ്ങൾ മാറും. പിന്നെ ഓം നമഃ ശിവായ, ഏറ്റവും നല്ല മന്ത്രമാണ് ഓം നമഃ ശിവായ. ആ ഓം നമഃ ശിവായ ഇതിങ്ങനെ പിടിച്ചിട്ട് ചെല്ലുക. ഇതിങ്ങനെ നമ്മൾ ഇതിനോട് പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് ഓം നമഃ ശിവായ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ ശിവ ചൊല്ലണം. പിന്നെ ഓം നമോ നാരായണായ, നമ്മൾ മരിച്ചുപോയ ഏത് പിതൃക്കളുടെങ്കിലും അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് ഓം നമോ നാരായണായ ഒരു 11 പ്രാവശ്യം. ഓം അല്ലെങ്കിൽ 3 പ്രാവശ്യം മതി. 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഓം നമോ ഭഗവതി വാസുദേവായ, അത് 3 പ്രാവശ്യം ചൊല്ലുക. പിന്നെ നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്, അത് വിഷ്ണു ഗായത്രിയാണ്. ഇതൊക്കെ ചൊല്ലുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത്രയൊക്കെ മതി. ഒരുപാട് പുസ്തകം വായിക്കണമെന്നില്ല. ഇപ്പോൾ പിന്നെ അസുഖമുള്ള ആൾക്കാരുടെ നാരായണീയം വായിക്കുന്നത് നല്ലതാണ്. നാരായണീയം ദിവസവും വായിക്കുന്നത് നല്ലതാണ്. ഈ രോഗാവസ്ഥ മാറും. വാതരോഗങ്ങളൊക്കെ. പിന്നെ ജോലിക്ക് കൂടെ ഒരു നാരായണീയം വായിക്കാൻ പറ്റുമോ? പറ്റില്ല. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ്. ഇത് നമ്മൾ ഏത് സമയത്ത് ചെല്ലുന്നതായിരിക്കും നല്ലത്? ഏത് ഈ മന്ത്രങ്ങളെല്ലാം? മന്ത്രങ്ങൾ ഇതൊക്കെ രാവിലെ നല്ലത്. രാവിലെ ചൊല്ലുന്നത് നല്ലത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്നതായിരിക്കും എപ്പോഴും. കാരണം എല്ലാവർക്കും നോൺ ഇഷ്ടമുള്ള കാലമായത്. അപ്പോൾ രാവിലെ ആവുമ്പോൾ നോൺ കഴിക്കില്ലല്ലോ. രാവിലെ ചൊല്ലുന്നതായിരിക്കും എപ്പോഴും നല്ലത്. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.